തിരുമല കോവിലാണ് ഇപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ. നമ്മളൊരു സ്ഥലം വരുവാണെങ്കിൽ അവിടെ എല്ലാം കണ്ടിരിക്കണം. സോ അങ്ങനെയാണ് ഈ തിരുമല കോവിലേക്ക് എത്തിയിട്ടുണ്ട്. അടിപൊളിയാണ്, അടിപൊളി. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇതിന് മുകളിലോട്ട് കാർ പോകുമെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി, നൈസാണ്. ഇവിടെ ടോക്കൺ ഉണ്ട്. അപ്പോൾ ആദ്യം ടോക്കൺ എടുക്കാം. എത്ര കാറിന് എത്ര? 50. വണക്കണേ. கோயில் பக்கத்து வரைக்கும் போகும்லண்ணே? ஓகே ஓகே. எவ்வளோண்ணே? 50. நன்றி. സ്റ്റെപ്പ് കയറി വേണമെങ്കിലും കോവിലിലേക്ക് പോകാം. കാറ് കോവിലിൻ്റെ അടുത്ത് വരെ എത്തും. 625 പടികളുണ്ട്. കാറിൽ പോകുമ്പോഴും നല്ല രസമുള്ള കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത്. ഈ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സുഹൃത്തുക്കളെ. ഓ മൈ ഗോഡ്, നൈസ് സ്പോട്ട്. ഈ വ്യൂ ഒക്കെ കണ്ടിട്ട് കുറച്ച് ഇറങ്ങി നിന്ന് കണ്ടിട്ട് പോകണമെന്ന് വിചാരിച്ച്. ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്, സ്പോട്ട്. നൈസ്. ഇവിടുത്തെ കണ്ട ഫുൾ തെന്നമരം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ബ്യൂട്ടി ഓഫ് നേച്ചർ. വാഹനം നിർത്തും ഇടം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ തിരുമല കോവിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് കാഴ്ചകൾ കാണാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ഉണ്ടാക്കിയിരുന്ന ഈ കൺസ്ട്രക്ഷൻ എല്ലാം കരിങ്കല്ല് കൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ മേലോട്ട് ഈ കരിങ്കല്ല് കൊണ്ടുവന്നത് ഈ ആനയുടെ സഹായം കൊണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വളരെ കുറച്ച് സിനിമകൾ മാത്രമേ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അതിൽ വളരെ പോപ്പുലറായിട്ടുള്ളൊരു സിനിമയാണ് പുഷ്പ. അതിൽ തന്നെ നമ്മുടെ ശ്രീവല്ലി എന്നുള്ള സോങ് ഉണ്ടല്ലോ, ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. സോ നമുക്ക് ഇനി ബാക്കിയുള്ള കാഴ്ചകൾ കണ്ട് അങ്ങനെ എൻജോയ് ചെയ്ത് നടക്കാം കേട്ടോ. ഇവിടുത്തെ വ്യൂ അത് എടുത്ത് പറയേണ്ടതാണ്. തെങ്കാശി മുഴുവനും കാണാൻ പറ്റും എന്ന് തോന്നുന്നു. ആ കാണുന്ന കാറ്റാടിപ്പാടം സുന്ദര പാണ്ഡ്യപുരത്തെയാണ്. അത്ര ദൂരെയുള്ള കാഴ്ചകൾ വരെ ഇവിടെ നിന്നാൽ കാണാം. ഇനി നമുക്ക് അകത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഭയങ്കര കാറ്റാണ്. നല്ല തണുത്ത കാറ്റായതുകൊണ്ട് ക്ഷീണമൊന്നും അറിയത്തില്ല. പിന്നെ ഭയങ്കര പീസ്ഫുള്ളാണ്. മനസ്സൊക്കെ നല്ല ശാന്തത. ഈ അമ്പലം പണി തുടങ്ങിയത് പന്തളം രാജാവായിരുന്നു. പിന്നെ ഇപ്പോൾ കാണുന്ന തരത്തിൽ മുഴുവൻ പണി നടത്തിയത് ശിവകാമി അമ്മയാറാണ്. ഇവിടെ വലിയ ആലും മരങ്ങളും ഒക്കെ ഉണ്ട്. അതിൽ തൊട്ടിൽ കെട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ ആചാരമോ വഴിപാടോ ആയിരിക്കും. ഇവിടെ ഒരു കോഴി നിൽപ്പുണ്ട്. നല്ല ഗമയിൽ ആളിവിടെ ചുറ്റി നടക്കുകയാണ്. പിന്നെ എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ കുളമാണ്. ഈ മലയുടെ പാറയുടെ മുകളിലാണ് ഈ കുളം. ഈ കുളമാണ് ഈ നാടിൻ്റെ ഐശ്വര്യം എന്നാണ് നാട്ടുകാർ പറയുന്നത്. മുരുകൻ്റെ കാരുണ്യമാണ് ഈ കുളം എപ്പോഴും നിറഞ്ഞു കിടക്കുന്നത് എന്നാണ് ഇവരുടെ വിശ്വാസം. ചെങ്കോട്ട വന്നാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത സ്പോട്ടാണ് തിരുമല കോവിൽ. ഇവിടുത്തെ കാഴ്ച മാത്രമല്ല, ഇവിടെ വന്നാൽ കിട്ടുന്ന ശാന്തി അത് ആസ്വദിച്ച് തന്നെ അറിയേണ്ടതാണ്. അപ്പോൾ മച്ചന്മാരെ, എപ്പോഴും പറയുന്ന പോലെ ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ചാനൽ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളതിന് കമൻറ്റ് ചെയ്യണം, നിങ്ങൾ ലൈക്ക് ചെയ്യണം, നമുക്ക് വേണ്ടി നല്ല ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ ഗായ്സ്, ഇനിയും നല്ല നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.